വിഷുക്കണിക്കുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ചക്ക പറിക്കാൻ മറന്നുപോയെന്ന് ഓർത്തത്. അന്ന് രാത്രി തന്നെ പോയി ചക്ക പറിച്ചുകൊണ്ട് വന്നേക്കാമെന്ന് ഓർത്ത് ഇഷാരയും അച്ഛനും കൂടി ചക്ക പറിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ സ്വന്തം ബഡ് പ്ലാവിൽ നിന്നാണ് ചക്ക പറിക്കുന്നത്. ഇതിപ്പോൾ 2ാം വർഷമാണ് കായ്ക്കുന്നത്. അധികമൊന്നുമില്ല, തീരെ ചെറിയൊരു പ്ലാവാണ്. അത് ബഡായതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചക്കയാണ് താനും. അപ്പം കണിക്കൊക്കെ വയ്ക്കാൻ വേണ്ടി നല്ലതായിരിക്കും. അപ്പം അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ പറിക്കാമെന്ന് ഓർത്തു. എച്ചുക്കുട്ടി ഇവിടെ ചക്ക പറിക്കണത് ഞാൻ പറിച്ചോളാമെന്നും പറഞ്ഞ് വന്നതാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ അമ്മച്ചിയൊക്കെ ചക്കയൊക്കെ എടുത്ത് കണിക്ക് വയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ചക്കയൊന്നും വയ്ക്കാറില്ലായിരുന്നേ. പക്ഷേ മീശമാധവൻ സിനിമയൊക്കെ ഇറങ്ങിയോടുകൂടി ഞാൻ പിന്നെ കണി എപ്പോൾ ഒരുക്കിയാലും ഞാൻ അമ്മച്ചിയോട് പറയുമായിരുന്നു, ചക്ക വേണോ അമ്മച്ചി ചക്കാന്ന്. മാധവൻ സിനിമയിലും ദിലീപ് ഷാരോത്ത ചക്ക അല്ലേ എന്ന് ചോദിക്കുന്ന ആ സീൻ, അത് വിഷുവിൻ്റെ ഒരു മെമ്മറിയിൽ, എൻ്റെ ഒരു മെമ്മറിയിൽ പെടുന്നതാണ് ആ സിനിമ മുഴുവനും. നിങ്ങൾക്ക് ആരെങ്കിലും അതുപോലെ വിഷു ആകുമ്പോൾ മീശമാധവൻ സിനിമ ഓർമ്മയിൽ വരാറുണ്ടോ? കണി കാണും നേരം കമല നേർത്രൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഒരു നല്ല വിഷു ആശംസിക്കുന്നു. എൻ്റെയൊക്കെ വിഷുക്കാലം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തെക്കാളും ഒരുപാട് മെമ്മറിയുള്ളതാണ് വിഷു. ഓണക്കോടി എല്ലാവർക്കും അങ്ങനെ മേടിച്ച് തരാൻ പറ്റില്ലല്ലോ. പക്ഷെ വിഷു കഴിഞ്ഞിട്ട് എല്ലാവർക്കും തരാൻ പറ്റും. 5 രൂപയായാലും 1 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും അതൊക്കെ അന്ന് കിട്ടുമ്പോൾ 5 രൂപയും 10 രൂപയൊക്കെ കിട്ടുമ്പോൾ വലിയ കാര്യമായിരുന്നു. അതെല്ലാം കൂട്ടി വെച്ച് ഒരു വർഷം ഒരു 500 രൂപയൊക്കെ ആകുമായിരുന്നു. 500, 600ഒക്കെ. ചില വർഷമൊക്കെ എനിക്ക് 1000 വരെയൊക്കെ ആയിട്ടുണ്ട്. അതായത് ഓരോരുത്തർ 10 രൂപ 20 രൂപയൊക്കെ തന്ന് തരാത്തവരോട് ചോദിച്ചും മേടിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു വിഷു. ആദ്യം വീട്ടിൽ വിഷുക്കണി കണ്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകും. അവിടെ അമ്മായിയുടെ മോൻ്റെ പിറന്നാളും കൂടി ആയതുകൊണ്ട് അവിടെ വിഷു സദ്യ നല്ല ഗംഭീരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉണ്ണിച്ചേട്ടായുടെ ബർത്ത്ഡേ ആഘോഷിച്ച് അവിടെ സദ്യയും കഴിച്ച് അവിടെ നിന്നും ചേട്ടായിമാരുടെയും കയ്യിൽ നിന്നും അമ്മാവൻ്റെയൊക്കെ കയ്യിൽ നിന്നൊക്കെ കൈനീട്ടമൊക്കെ മേടിച്ച് നേരെ അമ്മാവൻ വീട്ടിലേക്ക് പോകും. അപ്പം എൻ്റെ കൂടെ പോകാൻ വേണ്ടി എൻ്റെ അനിയത്തിമാരും ഉണ്ട്. എനിക്ക് ട്വിൻസ് സിസ്റ്റേഴ്സ് ഉണ്ട്, ചാച്ചൻ്റെ മക്കൾ നീതുവും ഗീതുവും. അപ്പം അവരും ഞങ്ങളും കൂടിയാണ്. അവർ നേരെ എൻ്റെ വീട്ടിൽ ആദ്യം വരുന്നത് എൻ്റെ വീട്ടിലേക്ക് അവളുമാർ നേരെ വരും. എന്നിട്ട് അവളുമാരെയും കൂട്ടിയിട്ട് ഞങ്ങൾ അമ്മായിയുടെ വീട്ടിൽ പോവും. അമ്മായിയുടെ വീട്ടിൽ നിന്ന് നേരെ എൻ്റെ അമ്മാൻ വീട്ടിലേക്ക് പോകും. ഹാപ്പി വിഷു ഈശ്വരാ. എൻ്റെ അമ്മാൻ വീട്ടിൽ ചെല്ലുമ്പോഴും അവളുമാർക്കും കൊടുക്കും, എനിക്കും തരും കൈനീട്ടം. പിന്നെ 3 അമ്മാവൻ വീട്ടിൽ നിന്ന് അത്യാവശ്യം കുറച്ച് പായസമോ ചോറ് ഒക്കെ കഴിച്ചിട്ട് സദ്യയൊക്കെ കുറച്ച് കഴിക്കും. എല്ലാ വീട്ടിൽ നിന്നും കഴിക്കണമല്ലോ, അതുകൊണ്ട് കഴിച്ചിട്ട് നേരെ ചാച്ചൻ വീട്ടിലേക്ക് പോകും. ചാച്ചൻ വീട്ടിൽ ചെന്നിട്ട് ചാച്ചൻ വീട്ടിൽ നിന്ന് പൈസ മേടിച്ച് അങ്ങനെ ഒരു കറക്കമായിരുന്നു ഞങ്ങളുടെ വിഷു. ഇപ്പോൾ ഇഷാര വീട്ടിൽ മാത്രം എല്ലാ അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശൻ്റെയൊക്കെ കയ്യിൽ നിന്ന് കൈനീട്ടം മേടിച്ചപ്പോൾ ഞാൻ കൈനീട്ടം മേടിച്ചതൊക്കെ എൻ്റെ മനസ്സിൽ അതൊക്കെ എനിക്ക് ചുമ്മാ ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം. ഇങ്ങോട്ട് തിരിഞ്ഞേക്ക്.
എല്ലാം അമ്മയുടെ കൈ നിൽക്കാൻ പറ്റണ്ടേ. കൊടുക്ക, ഒരു ഉമ്മയും കൊടുത്തേക്ക്. ഇഷാൻ വന്നിരുന്നേ, വലിച്ചാട്ട അടുത്ത് വന്നിരുന്നേ. ഗെയിം കളിച്ചോണ്ടാണ് ചോറിനെ. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സദ്യയൊക്കെ, ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. ആ കോവയ്ക്ക് എടുത്ത് കൊടുക്ക. യൂട്യൂബിലേ Happy Vishu.